ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ടല്ലോ, നമ്മളുടെ ലിപ്സ് ഭയങ്കര പിഗ്മെന്റഡ് ആണ്, ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് ആണ്, ഒറിജിനൽ ഷെയ്ഡൊക്കെ മാറി ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള കളർ ആണെങ്കിൽ, കറുത്തു പോയ ചുണ്ടാണെങ്കിൽ അത് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, ചുണ്ടിന് ഒരു ആക്ച്വൽ കളർ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന റെമഡീസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോണേ. എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ചുണ്ട് ഭയങ്കര ചുവന്ന് തുടുത്ത് ഭയങ്കര റെഡ് കളർ ആവും എന്നല്ല, നമ്മളുടെ ആ ഒരു ബ്ലാക്ക് കളർ മാറ്റിയിട്ട് അത് കുറഞ്ഞിട്ട് നമ്മൾക്ക് ആക്ച്വലി ഉണ്ടാവുന്ന ഒരു ലിപ്സിന്റെ കളറില് ചിലപ്പോ എല്ലാവർക്കും പല പല ഷെയ്ഡ് ആയിരിക്കും. ചിലപ്പോൾ ഒരു പീച്ച് ഷെയ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡ് ആയിരിക്കും, ചിലപ്പോൾ ഒരു റെഡ് ഷെയ്ഡ് ആയിരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ബോഡി അനുസരിച്ചിട്ടായിരിക്കും നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു ലിപ്സിന്റെ കളർ. അപ്പൊ ആ ഒരു കളർ ഒന്നും കൂടെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് റെമഡീസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യണത്. വീഡിയോയിലേക്ക് നമ്മൾ പോണതിന് മുന്നേ, അതായത് ഈ റെമഡീസ് നിങ്ങൾ ചെയ്ത് നോക്കണതിന് മുന്നേ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ ബോഡി ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആണ്, നിങ്ങൾ അധികം അങ്ങനെ വെള്ളം കുടിക്കാറില്ല എന്നാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ചുണ്ടിൽ പിഗ്മെന്റേഷൻ വരും കേട്ടോ. പ്ലസ് നമ്മളിപ്പോ ലിപ്സ്റ്റിക് ഒക്കെ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിലും, ഡെയിലി അല്ല ഇടക്ക് മാത്രമാണെങ്കിലും, ഇപ്പൊ ചില ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോഴല്ലോ, എനിക്ക് ഷുഗറിന്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് ചുണ്ടങ്ങ് ബ്രൗൺ അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് പെട്ടെന്ന് വരും. അതുകൊണ്ട് ഞാനിപ്പോ ഷുഗറിന്റെ ആ ഒരു ലിപ്സ്റ്റിക്സ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഓരോ തരത്തിലെ ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് എന്തായാലും നമ്മളുടെ ചുണ്ടിന്റെ ഷെയ്ഡ് മാറും. അപ്പൊ അങ്ങനെ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അതുപോലെ നമ്മൾക്ക് വിറ്റമിൻ B12 കുറവുണ്ടെങ്കിൽ, വിറ്റമിൻ B12 ഉള്ളത് നമ്മളുടെ ഇറച്ചി, മുട്ട, പയർവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ വിറ്റമിൻ B12. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു വിറ്റമിന്റെ കുറവുണ്ടെങ്കിലും നമ്മൾക്ക് ചുണ്ടിന് ആ ഒരു പിഗ്മെന്റേഷൻ വരും കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നാണെങ്കിൽ നമ്മുടെ ചുണ്ടിന് നാച്ചുറലി ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോകും. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഒരു റെമഡി വന്നിട്ട് നമ്മുടെ ലിപ്സിലേക്ക് ഒരു ബ്ലഡ് ഫ്ലോ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ സ്കാൽപ്പ് മസാജ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മുടി പെട്ടെന്ന് വളരില്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ ചുണ്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുമ്പോഴേക്കും ചുണ്ടിന്റെ കളർ നന്നായിട്ട് കൂടും. പിന്നെ അവിടെയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടല്ലോ, അതിപ്പോ നമ്മള് അലിഞ്ഞു പോവാന്നൊക്കെ പറയില്ലേ, ബ്ലഡ് ഫ്ലോ കൂടുമ്പോഴേക്കും അങ്ങനെ ലൈറ്റ് ആയി പോകും ആ ഒരു കളർ കേട്ടോ. അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ടവൽ എന്തെങ്കിലും എടുത്തിട്ട് കുറച്ചൊന്ന് വെള്ളത്തിൽ നനച്ചിട്ട് നമ്മുടെ ചുണ്ടൊന്ന് ഡെയിലി പതിയെ സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അല്ലെന്നാണെങ്കിൽ നമ്മളിങ്ങനെ ഡെയിലി ഇടക്കിടക്ക് ഇങ്ങനെ ഉമ്മ കൊടുത്തോണ്ടിരിക്കുക, ഉമ്മ കൊടുക്കാനല്ല, ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മുടെ ചുണ്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുട്ടോ. പക്ഷെ നമ്മളിത് ചെയ്യുമ്പോൾ മിനിമം ഒരു 10 സെക്കൻഡ് ഡ്യൂറേഷനിലെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാട്ടെ. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു 10 സെക്കൻഡെങ്കിലും അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഈ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുള്ളൂ. ഇനി അടുത്തതായിട്ട് 3 പാക്കുകൾ പറയേണ്ട DIY ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഒരു DIY വന്നിട്ട് കസ്തൂരി മഞ്ഞളാണ് അതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ്. ഇത് മഞ്ഞ കളറിലെ കസ്തൂരി മഞ്ഞളാണ് ഞാനിപ്പോ എടുത്തിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ടാവും. ഇത്രയൊന്നും ആവശ്യമില്ല, നമ്മൾക്ക് സിംഗിൾ യൂസിന് അതിന്റെ പകുതിയൊക്കെയാണ് ആവശ്യമുള്ളൂ കേട്ടോ. ഇതിപ്പോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ക്വാണ്ടിറ്റി എടുക്കുന്നത്. അപ്പൊ കുറച്ച് മാത്രം എടുത്താൽ മതി. ഇനി അടുത്ത ഇൻഗ്രീഡിയന്റ് നമ്മൾക്ക് വേണ്ടത് വന്നിട്ട് തേനാണ്. തേൻ അല്ലെങ്കിൽ പാല്, ഏതാന്ന് വെച്ചാൽ നമ്മൾക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. എന്റെ കയ്യിൽ പാലില്ലായിരുന്നത് കൊണ്ടാണ് ഞാൻ തേൻ എടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഒന്ന് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടേബിൾ സ്പൂണോളം തേനക്ക് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾക്ക് കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചുണ്ടിലേക്ക് അപ്ലൈ ചെയ്യുക. കുറെ അങ്ങ് ഓവർ ഡ്രൈ ആയി പോകുന്നതിന് മുന്നേ തന്നെ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ ഉരയ്ക്കാന്നല്ല, ചെറുതായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് മാത്രം ഉരയ്ക്കുക കേട്ടോ, സ്ക്രബ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ ഡെയിലി ചെയ്ത് നോക്കാം കേട്ടോ. ഈ മഞ്ഞൾ ആക്ച്വലി നല്ല സാധനമാണ് കേട്ടോ. ഞാൻ ഇന്റൻഷനലി അല്ലെങ്കിലും ചുണ്ടിൽ നേരത്തെ മഞ്ഞൾ യൂസ് ചെയ്യായിരുന്നു. ഒരു 3-4 വർഷം മുന്നേ എനിക്ക് പിമ്പിൾസ് വന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇക്കാര്യം, മഞ്ഞൾ ഫേസ് പാക്ക് എപ്പോഴും ഇടായിരുന്നു, രാത്രി ഡെയിലി യൂസ് ചെയ്യായിരുന്നു. അപ്പൊ ആ സമയത്ത് ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഉണങ്ങിയത് ഇങ്ങനെ കഴുകി കളയുമ്പോൾ നമ്മുടെ കയ്യിലാവുമല്ലോ. ഈ കയ്യിലാവണത് ഞാൻ ചുണ്ടിലേക്കും കൂടെ ജസ്റ്റ് ഒരു സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ ചുണ്ടിലും കൂടെ അപ്ലൈ ചെയ്യായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ ചുണ്ടിന് അത്യാവശ്യം നല്ല കളറും ഉണ്ടായിരുന്നു. അപ്പം ഇപ്പൊ ഞാനത് അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാറില്ല. എന്നാലും അത് കഴിഞ്ഞപ്പോഴാണ് മഞ്ഞൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ചുണ്ടിന്റെ കളർ ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ക്ലിക്ക് ആയത്. അപ്പൊ മഞ്ഞൾ നല്ലതാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം. ഇനി നമ്മുടെ അടുത്ത DIY വന്നിട്ട് നമ്മൾക്ക് ഭയങ്കര ഡാർക്ക് ലിപ്സ് ആണ്, ഭയങ്കര പിഗ്മെന്റേഷൻ ആണെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു DIY ആയിരിക്കും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് കറുവാപ്പട്ടയാണ്, നമ്മുടെ സിനമൺ പൗഡർ ആണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്, കറുവാപ്പട്ട പൊടിച്ചു വെച്ചിട്ടുള്ളതാണിത്. ഇതിനകത്തുനിന്ന് ഒരു 1/2 ടേബിൾ സ്പൂൺ ആണ് ഞാനിപ്പോ കാണിക്കാൻ വേണ്ടി എടുക്കുന്നത്. നമ്മൾക്ക് 1 ടൈം യൂസ് ആണെങ്കിൽ ഇത്രയും വേണ്ട, മുന്നേ പറഞ്ഞ പോലെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതി സിംഗിൾ യൂസ് ആണെങ്കിൽ. പക്ഷെ ഇത് നമ്മൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ കറുവാപ്പട്ടന്റെ പൊടി എടുത്തിട്ടുണ്ട്.
അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, അത് നമ്മളുടെ അനുസരിച്ചിട്ട് ചെയ്യാട്ടോ. നെയ്യാണ് നമ്മൾക്ക് എല്ലാവർക്കും എന്താ അഫോർഡബിൾ ആയിട്ടുള്ളത്. അപ്പൊ കുറച്ച് നെയ്യ്, ഒരു 1/4 ടേബിൾ സ്പൂണോളം നെയ്യ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കുക. ഇതാണ് നമ്മുടെ ബേസ് ആയിട്ടുള്ള പാക്ക്. അല്ലെന്നാണെങ്കിൽ അതിനകത്തേക്ക് കുറച്ചും കൂടെ നമ്മൾക്ക് കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. എന്താ വെച്ചാൽ ഒരു 4-5 നുള്ള് കസ്തൂരി മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പാക്ക് നമ്മൾക്കൊരു കുഞ്ഞു കുപ്പിയിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു 2 ആഴ്ച വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറേജ് കണ്ടീഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് അത് ചീത്തായി പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും പുറത്താണെങ്കിലും നമ്മൾക്ക് ഫ്രിഡ്ജിലാണെങ്കിലും അത് കേടുകൂടാണ്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റും കേട്ടോ. ഇതും രാത്രി ചെയ്യുന്നതാണ് നല്ലത്. അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങി പോവില്ല നെയ്യ് ആയതുകൊണ്ട്. പക്ഷെ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾക്ക് നന്നായിട്ട് ചുണ്ട് എരിയാനായിട്ട് തുടങ്ങും. ഈ കറുവാപ്പട്ടേന്റെ ആ ഒരു എരിച്ചിലുണ്ടല്ലോ, അത് നന്നായിട്ട് വരും. അപ്പോഴാണ് നമ്മുടെ ചുണ്ടിന്റെ ആ ഒരു കളർ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് വരേണ്ടത് കേട്ടോ. ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് മാറിയിട്ട് പിങ്ക് അല്ലെങ്കിൽ ആ ഒരു റെഡ് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണത് കറുവാപ്പട്ടേന്റെ ആ ഒരു എരിച്ചിലാണ്. അപ്പോ നമ്മൾക്ക് മാക്സിമം ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും എരിച്ചില് നിൽക്കുക. എന്നിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം. മാക്സിമം നമ്മളൊരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അത് വാഷ് ചെയ്ത് കളയും. വാഷ് ചെയ്ത് കളയുമ്പോൾ സോപ്പ് ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയട്ടെ. ഇല്ലെങ്കിൽ നമ്മൾക്ക് ആക്നെ പ്രോൺ സ്കിൻ ആണ് എന്നൊക്കെ ആണെങ്കിൽ, കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ ഈ ഭാഗത്തൊക്കെ പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ നെയ്യിട്ട സംഭവം വാഷ് ചെയ്ത് കളയുമ്പോഴേക്കും സോപ്പ് ഇട്ട് അല്ലെങ്കിൽ ഫേസ് വാഷ് ഇട്ടിട്ട് വാഷ് ചെയ്യും. എന്നിട്ട് വേണമെന്നാണെങ്കിൽ ചെറുതായിട്ട് ലിപ് ബാമോ അല്ലെങ്കിൽ നമ്മുടെ എണ്ണയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു മോയ്സ്ചറൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി നമ്മളുടെ മൂന്നാമത്തെ ഒരു DIY വന്നിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള DIY ആണ്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എടുക്കുന്നത് പഞ്ചസാരയാണ്. മുന്നേ പറഞ്ഞ പോലെ ഞാൻ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും ക്വാണ്ടിറ്റി വേണ്ട, കുറച്ച് മാത്രം എടുത്താൽ മതി. അതിലേക്ക് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ആണ്, ഭയങ്കര എപ്പോഴും ഇങ്ങനെ പൊളിഞ്ഞു പോരുന്ന പോലെ അങ്ങനെയുള്ള ലിപ്സ് ആണെങ്കിൽ നമ്മൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അധികം ലൂസായി പോവാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആ പഞ്ചസാര അഴുത്ത് പോകുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് ചുണ്ടിൽ സ്ക്രബ് ചെയ്യാം. അല്ലെന്നാണെങ്കിൽ കുറച്ച് അഴുത്ത് പോയാലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾക്ക് ചുണ്ടിന്റെ കളർ മാത്രം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ജസ്റ്റ് അത് അഴുത്ത് പോയത് എടുത്ത് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. രണ്ടും കൂടിയുള്ള മിക്സ് ആണല്ലോ. കുറച്ചു നേരം ഒന്ന് സ്ക്രബ് ചെയ്യുക, എന്നിട്ട് വാഷ് ചെയ്യുക. ഡെയിലി സ്ക്രബ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇതും രാത്രി അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇത് അപ്ലൈ ചെയ്തിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ ഒന്ന് ഉണങ്ങൂലോ, ഈ പഞ്ചസാര ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ ആക്കിയിട്ട് വാഷ് ചെയ്ത് കളയാം. ഇതും നിങ്ങൾ ഒരാഴ്ചയെങ്കിലും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ ഈ പറഞ്ഞ 3 ടിപ്സിലും ഏത് ടിപ്പാണ് യൂസ് ചെയ്യാൻ പോണെങ്കിലും അതൊന്ന് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. കാരണം നമ്മളുടെ ചുണ്ടിന്റെ ആ ഒരു കളർ അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക്നെസ് എന്തോരമാണ് എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ പുതിയ വീഡിയോസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പൊ ഇനി നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.